പണ്ട് അല്ല, ഒരാഴ്ചയ്ക്ക് മുൻപ് അങ്ങ് അറേബ്യയിലെ മണലാരണ്യത്തിൽ നടന്ന ഒരു കഥയാണ് ഇത്. ഈ കഥയിലെ നായകൻ ഒരു നെയ്യപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ന് ആ നെയ്യപ്പത്തിൻ്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാണാം. ആദ്യം തന്നെ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കുന്നത്. ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇത് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇടുവാണ്. പച്ചരി കുതിർത്ത് വെച്ചതെല്ലാം നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു നമ്മുടെ ശർക്കര പാനി ഇതിലോട്ട് ഒഴിക്കുന്നതിന് വേണ്ടി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മിക്സിയിലേക്ക് കുറച്ച് റവയാണ് അടുത്തതായിട്ട് ഇടാൻ പോകുന്നത്. അതിനുശേഷം കുറച്ച് മൈദ, അല്പം ചെറിയ ജീരകം, കുറച്ച് ഉപ്പ്, പിന്നെ അല്പം സോഡാപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് എടുക്കുന്നു. നമ്മുടെ നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിന് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ആ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കണം.
നമ്മുടെ നെയ്യപ്പം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കഥാനായകൻ നെയ്യപ്പം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ നെയ്യപ്പത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.